പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുവുത്ഥാന തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവചനം യോഹന്നാൻ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിലെ ആരംഭ വചനങ്ങളാണ്. വചനം എങ്ങനെയാണ്? ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്ത് വന്നു. അവളാണ് ആദ്യമായി ഈശോയുടെ ശൂന്യമായ കല്ലറ കണ്ടത്. യേശുവിൻ്റെ ഉത്ഥാനമാണ് സഭ പ്രഘോഷിക്കുന്ന സുവിശേഷം. അങ്ങനെയെങ്കിൽ ശൂന്യമായ കല്ലറ ക്രിസ്ത്യാനികളുടെ അഭിമാനമാണ്. ഉദ്ധിതനായ യേശു തന്നെ തിരിച്ചറിയാതിരുന്ന മഗ്ദലേനക്കാരിയെ മറിയം എന്ന് സംബോധന ചെയ്തു. അപ്പോൾ അവൾ തൻ്റെ ഗുരുവിനെ തിരിച്ചറിഞ്ഞു. റബ്ബോനി എന്ന അഭിമാനത്തോട് അത്ഭുതപ്പെട്ടവൾ വിളിച്ചു. യേശുവോട് പറഞ്ഞു, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഈ സംഭവങ്ങളെല്ലാം വിവരിക്കുക. മറിയം ശിഷ്യന്മാരെ ഈ കാര്യങ്ങൾ അറിയിച്ചു. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തതിന് ശേഷം ശിഷ്യന്മാർ പ്രഘോഷിക്കാൻ തുടങ്ങിയത് ഈ പ്രത്യാശയുടെ സുവിശേഷമാണ്. പൗലോസ്ലീഹ പറയുന്നു, അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനം വഴി നാം യേശുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുകയാണ്. ഈ രഹസ്യം നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് യേശുവിൻ്റെ ഉത്ഥാനം നമ്മിലും സംഭവിക്കുമെന്ന് പ്രത്യാശപ്പെടാൻ നമുക്ക് കഴിയുള്ളൂ. ഈ പ്രത്യാശയുടെ സുവിശേഷകരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഉദ്ധിതനായ യേശു ശിഷ്യന്മാർക്ക് 3-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ തികച്ചു നിരാശരായിരുന്നു. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് മീനൊന്നും കിട്ടിയിരുന്നില്ല. യേശു അവരോട് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, യേശു എല്ലാവരെയും തൻ്റെ വലതുവശത്തേക്ക് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, പകലും രാത്രിയും ഞങ്ങൾ അധ്വാനിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഇനി മുതൽ നിൻ്റെ വചനം പോലെ വലതുവശത്തേക്ക് ഞങ്ങൾ വലയിറക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ ആവുന്ന പ്രത്യാശയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ആമേൻ.